യാതൊരു രേഖകളുമില്ലാത്ത ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനിലുള്ള ചരക്ക് ലോറികൾ പെരിന്തൽമണ്ണയിൽ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. പിടിച്ചെടുത്ത 2 ലോറികൾക്കും ഫിറ്റ്നസും ഇൻഷുറൻസും പെർമിറ്റും ഉണ്ടായിരുന്നില്ല. സംസ്ഥാന അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ വലിയ പരിശോധനാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഈ ലോറികൾ കേരളത്തിൽ എത്തിയത് ഗുരുതരമാണ്. പെരിന്തൽമണ്ണയിലേക്ക് മത്സ്യവുമായി വന്ന ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനിലുള്ള 2 ലോറികളാണ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത്. ഈ ലോറികൾക്ക് പെർമിഷൻ, ഫിറ്റ്നസ്, ഇൻഷുറൻസ്, പൊല്യൂഷൻ തുടങ്ങിയ ഒരു രേഖകളും ഇല്ലാതെയാണ് സംസ്ഥാന അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകൾ കടന്ന് കേരളത്തിൽ എത്തിയത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ വിജീഷ്, മനുരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. വാഹനങ്ങൾ മോട്ടോർ വാഹന നിയമലംഘനമാണ് നടത്തിയത്. ഒരു രേഖകളും ഇല്ലാത്ത ഇതുപോലുള്ള വാഹനങ്ങൾ മൂലം അപകടമുണ്ടായാൽ അപകടത്തിൽപ്പെടുന്നവരെ അത് ഗുരുതരമായി ബാധിക്കും. ഇത്തരം വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്ന് പെരിന്തൽമണ്ണ ജോയിന്റ് റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ പി.കെ. പത്മകുമാർ പറഞ്ഞു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ്. നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരായ ശ്രീ വിനീഷും മനുരാജ് സാറും ഇന്നലെ ആ ചെക്ക് പോസ്റ്റ് കടന്നു വന്ന ആന്ധ്രയിൽ നിന്ന് വന്ന 2 മീൻ കയറ്റിക്കൊണ്ട് പോകുന്ന വാഹനങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ വാഹനങ്ങളുടെ പെർമിറ്റും ഇൻഷുറൻസും CF-ൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞതാണ്. അപ്പോൾ ഇത്തരം വാഹനങ്ങളിൽ നമ്മുടെ നാട്ടിൽ കൂടെ സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെയും കൂടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഇങ്ങനെ വാഹനങ്ങളുടെ സാന്നിധ്യം കണ്ടാൽ നിങ്ങൾ പെരിന്തൽമണ്ണ RTO അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരെ നിർബന്ധമായും അറിയിക്കേണ്ടതാണ്. കാരണം ഇത്തരം വാഹനങ്ങൾ മൂലം ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീടുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ അപകടത്തിനിരയാകുന്നവർക്ക് ദോഷമായി വരുന്ന രീതിയിലാണ്. ആയതിനാൽ നിങ്ങൾ എല്ലാ പൊതുജനത്തിൻ്റെയും ശ്രദ്ധ ഇക്കാര്യത്തിൽ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പിടിക്കപ്പെടാതെ വാഹനങ്ങൾ കേരളത്തിൽ എത്തിയതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ചെക്ക് പോസ്റ്റുകളിൽ കാര്യമായ പരിശോധന ഇല്ലാത്ത സമയം നോക്കി ലോറികൾ കടത്തിയതാവാമെന്നും സംശയിക്കുന്നു. ലോറികൾ അതിർത്തി കടന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയോ എന്നും വ്യക്തമല്ല. പിടിച്ചെടുത്ത വാഹനങ്ങൾക്ക് വൻ തുക പിഴ ഈടാക്കി. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.